ഇടതുപക്ഷം വലതുപക്ഷം ഒരേപോലെ വേടനെ ചേർത്ത് പിടിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടു കൂട്ടരും ചേർത്ത് പിടിച്ചപ്പോൾ ഈ ക്രിമികടി ഇളകിയത് വേറൊരു കൂട്ടം ആളുകൾക്കാണ്. അതായത് ഇപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം ഒരേപോലെ എതിർക്കുകയായിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല. രണ്ടുപേരും ചേർത്ത് പിടിച്ചപ്പോൾ തങ്ങൾക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാനൊരു ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേടനെതിരെ സംസാരിക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. മണ്ടന്മാരാണ്, ബുദ്ധിയുള്ളവന്മാരായിരുന്നെങ്കിൽ ചിലപ്പോൾ വേടനൊപ്പം നിന്നേനെ. ബുദ്ധിയുള്ളവരായതുകൊണ്ട് വലതുപക്ഷം ഇടതുപക്ഷം വേടനൊപ്പം നിന്നു, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ നിന്നപ്പോൾ എന്താ പറ്റിയത്? അതിൽ ചില ആളുകൾക്ക് അങ്ങ് കൊണ്ടത് വേറെ രീതിയിലല്ല, അത് തങ്ങളെയാണല്ലോ ഇവന്മാർ ഈ പറയുന്നതെന്ന് ഓർത്തിട്ടൊരു പേടി. അങ്ങനെ പേടിയിൽ നിന്ന് ഉടലെടുത്തതാണ് RSSന്റെ കുറെ അടിമകളെ നമ്മൾ കണ്ടത്. ആ അടിമകൾ മധു ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ ശശികല വന്നു, അതിനുശേഷം അജിത്ത് എന്ന് പറയുന്ന ഒരുത്തം വന്നു. ഇവന്മാരൊക്കെ അങ്ങ് വെറി പൂണ്ട് വന്നിരിക്കുകയാണ്, ജാതി വെറി. ആ ജാതി വരെയും കൊണ്ട് വന്നിട്ട് എന്തും അങ്ങ് പറയാമെന്നുള്ളൊരു രീതിയിൽ അങ്ങ് ഇറങ്ങിയിരിക്കുക. മുഖ്യ പത്രത്തിന്റെ ഒരു പത്രാധിപനാണ് വന്നിട്ട് പറയുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി വിഘടനവാദിയാണെന്ന്. അവസാനം പണി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ വേടനെ പറ്റി ഞാൻ അവഹേളിക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തന്തയെ മാറ്റി പറയുന്ന പോലെ ഒരു വർത്തമാനം പറഞ്ഞു. പിന്നീട് വീണ്ടും